മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിൽ സ്നേഹമുള്ളവരെ, ദൈവമായ കർത്താവ് ഒരു പുതുദിനത്തിലേക്ക് കൂടി നമ്മളെ കൈപിടിച്ച് ആനയിച്ചിരിക്കുകയാണ്. ഓരോ ദിനവും ഓരോ പ്രഭാതവും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ഉണർത്തുപാട്ടാണ്. എന്നെയും നിങ്ങളെയും ദൈവമായ കർത്താവ് തൻ്റെ പുതിയ സ്നേഹത്തിലേക്ക് മാടി വിളിക്കുന്ന ഈ പ്രഭാത നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ, ജീവിത നിയോഗങ്ങളെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സൃഷ്ടപ്രപഞ്ചത്തോട്, സർവ്വജീവജാലങ്ങളോട് ചേർന്ന് സൃഷ്ടാവായ പിതാവായ ദൈവത്തെ, അവിടുത്തെ പരിശുദ്ധ നാമത്തെ നമുക്ക് വാഴ്ത്തി പ്രകീർത്തിക്കാം. നമ്മുടെ മനസ്സുകൾ, ഹൃദയങ്ങളെല്ലാം പ്രാർത്ഥനയിൽ ദൈവനാമത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങൾ, ജീവിത വഴികൾ അനുഗ്രഹമാകുവാൻ ദൈവമായ കർത്താവ് കരുണയാകുന്നത്. ഈ വലിയ ബോധ്യത്തോടെ, വിശ്വാസത്തോടെ നമുക്ക് ഈ പ്രഭാതത്തിൽ ഒന്ന് ചേർന്ന് ദൈവമായ കർത്താവിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയമാണ് പ്രഭാത വിരുന്ന് ശുശ്രൂഷയുടെ സ്വർഗീയ മധ്യസ്ഥ. അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനകളാണ് ഓരോ പ്രഭാതത്തിലും ഈ ശുശ്രൂഷ അനേകായിരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ ശുശ്രൂഷയോട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷിതരെയും ഓരോ പ്രഭാതത്തിലും TV സ്ക്രീനിന് മുമ്പിലായിരുന്ന വചനം കേട്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകായിരങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്ക് അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനം ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്ന തിരുവചനങ്ങൾക്കായി പ്രാർത്ഥനാപൂർവ്വം നമ്മെ തന്നെ നമുക്ക് ഒരുക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് വചനം കേൾക്കുവാൻ, വചനം ഗ്രഹിക്കുവാൻ, വചനപ്രകാരം ജീവിക്കുവാനെല്ലാം നമ്മെ സഹായിക്കുന്നത്, ശക്തിപ്പെടുത്തുന്നത്. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം കൃപയോടെ കേൾക്കുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഓ പ്രിയ പരിശുദ്ധാത്മാവെ, അങ്ങേ കൂടാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അവിടുന്ന് അറിയുന്നല്ലോ. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ബുദ്ധിയിലേക്ക്, ഞങ്ങളുടെ ചിന്തയിലേക്ക്, മനസ്സുകളിലേക്കെല്ലാം നീ കടന്നു വന്ന് നിൻ്റെ ദിവ്യപ്രകാശം കൊണ്ട് നീ ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവവചനത്തിൻ്റെ ആന്തരിക ജ്ഞാനത്തെ ഗ്രഹിക്കുവാൻ, സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവെ അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ പ്രത്യേക നിയോഗമായി അസ്വസ്ഥമായ എല്ലാ ക്രൈസ്തവ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈശോയോട് പ്രത്യേകമാംവിധം മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 2-ാം അധ്യായം 18 മുതൽ 26 വരെയുള്ള വചനങ്ങളാണ് ഈ ദിനം വിചിന്തനത്തിനായി കർത്താവ് നമുക്ക് നൽകുന്നത്. പ്രാർത്ഥനയോടെ നമുക്ക് വചനത്തിനായി കാതോർക്കാം.
എന്നാൽ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞേക്കാം, നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുമുണ്ട്. പ്രവൃത്തികൾ കൂടാതെയുള്ള നിൻ്റെ വിശ്വാസം എന്നെ കാണിക്കുക. ഞാൻ എൻ്റെ പ്രവൃത്തികൾ വഴി എൻ്റെ വിശ്വാസം നിന്നെ കാണിക്കാം. ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു, അത് നല്ലത് തന്നെ. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു, അവർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു. മൂഢനായ മനുഷ്യ, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം ഫലരഹിതമാണെന്ന് നിനക്ക് തെളിയിച്ചു തരേണ്ടതുണ്ടോ? നമ്മുടെ പിതാവായ അബ്രാഹാം നീതീകരിക്കപ്പെട്ടത് തൻ്റെ പുത്രനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ ബലിയർപ്പിച്ചത് വഴിയല്ലേ? അവൻ്റെ വിശ്വാസം അവൻ്റെ പ്രവർത്തികളെ സഹായിച്ചുവെന്നും വിശ്വാസം പ്രവർത്തികളാൽ പൂർണ്ണമാക്കപ്പെട്ടുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന തിരുവെഴുത്ത് നിറവേറി. അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവർത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. രാഹാബ് എന്ന വേശ്യ ദൗത്യവാഹകരെ സ്വീകരിക്കുകയും അവരെ മറ്റൊരു വഴിക്ക് പുറത്തയക്കുകയും ചെയ്ത പ്രവർത്തികൾ മൂലമല്ലേ നീതീകരിക്കപ്പെട്ടത്? ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നത് പോലെ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസവും മൃതമാണ്. യേശുവിൽ സ്നേഹമുള്ളവരെ, യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൽ നിന്ന് 18 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ കേട്ടത്. ഈ തിരുവചന ഭാഗം നമ്മോട് പറയുന്നത് വിശ്വാസത്തെക്കുറിച്ചാണ്. ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നത് പോലെ തന്നെയാണ് പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസവും മൃതമായിരിക്കുന്നത് എന്ന് വിശുദ്ധ യാക്കോബ് ശ്ലീഹ വളരെ വ്യക്തമായി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. എത്രയോ മനോഹരമായും എത്രയോ വ്യക്തതയോടും കൂടിയാണ് ഈ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് യാക്കോബ് ശ്ലീഹ നമുക്ക് പറഞ്ഞു തരുന്നത്. നിൻ്റെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നീ എന്നെ കാണിക്കുക, അപ്പോൾ എൻ്റെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ഞാൻ നിന്നെ കാണിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ ആരംഭിക്കുന്നത്. എന്നിട്ട് യാക്കോബ് ശ്ലീഹ പറയാണ്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അത് ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ല. മറിച്ച് വിശ്വാസത്തിൻ്റെ പ്രവർത്തികളിലൂടെയാണ് ഞാനും നിങ്ങളും നമുക്ക് ദൈവത്തിലുള്ള ആ വിശ്വാസത്തെ ദൈവസന്നിധിയിൽ മാറ്റുരച്ച് തെളിയിക്കുന്നത്. വിശ്വാസം കേവലം ഹൃദയത്തിലോ മനസ്സിലോ മാത്രം കൊണ്ടു നടക്കേണ്ടതല്ല, മറിച്ച് ഹൃദയത്തിലും മനസ്സിലുള്ള എൻ്റെ വിശ്വാസം ദൈവസന്നിധിയിൽ എൻ്റെ പ്രവർത്തികളാൽ നിരന്തരം വെളിപ്പെടുത്താൻ എനിക്ക് സാധിക്കണം. അബ്രാഹത്തിൻ്റെ ജീവിതത്തെ ഉദ്ധരിക്കുന്ന യാക്കോബ് ശ്ലീഹ എന്നെയും നിങ്ങളെയും അബ്രാഹത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് ക്ഷണിക്കുകയാണ്. അബ്രാഹാം എന്താണ് ചെയ്തത്? വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തോട് ദൈവമായ കർത്താവ് ആവശ്യപ്പെട്ടു, നിൻ്റെ ഏകമകൻ ഇസ്ഹാക്കിനെ എനിക്കായി മോറിയ മലയിൽ കൊണ്ടുപോയി നീ ബലി കഴിക്കുക. ദൈവമായ കർത്താവിൽ വിശ്വാസമർപ്പിച്ചിരുന്ന അബ്രാഹാം ദൈവം തൻ്റെ തിരുഹിതം വെളിപ്പെടുത്തിയപ്പോൾ തൻ്റെ ഭാര്യ സാറയോട് പോലും അത് പങ്കുവയ്ക്കാതെ വെളിപ്പെടുത്താതെ തൻ്റെ ഹൃദയ രഹസ്യമായി അതിനെ സൂക്ഷിച്ച് ഒരു ദിനം തൻ്റെ മകൻ ഇസ്ഹാക്കിനെയും കൊണ്ട് മോറിയ മലയിലേക്ക് ബലി കഴിക്കാൻ പോകുകയാണ്. ദൈവം ആവശ്യപ്പെടുന്ന കാര്യങ്ങളോട് എത്ര വലിയ ആത്മാർത്ഥതയാണ്, വിശ്വസ്തതയാണ് അബ്രാഹാം പുലർത്തിയത്, അബ്രാഹാം കാണിച്ചത്. പ്രിയമുള്ളവരെ, അബ്രാഹാം തൻ്റെ ഈ പ്രവൃത്തിയാലാണ് ദൈവം തൻ്റെ ഏകമകനെ ബലിയർപ്പിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അതിൽ നിന്ന് അകന്നു മാറാതെ വിസമ്മതിക്കാതെ ദൈവം ആവശ്യപ്പെട്ടതിനോട് പരിപൂർണമായി തൻ്റെ ഹൃദയത്തെ, തൻ്റെ ജീവിതത്തെ ചേർത്ത് വെച്ച് തൻ്റെ ഏകമകനെ അബ്രാഹാം ബലി കഴിക്കാൻ തീരുമാനമെടുക്കുന്നു. പ്രിയമുള്ളവരെ, അബ്രാഹത്തിൻ്റെ ഈ പ്രവൃത്തിയാണ് ദൈവത്തെ അബ്രാഹത്തോട് ഏറെ അടുപ്പിച്ചത്, അബ്രാഹത്തെ ഏറെ സ്നേഹിക്കാൻ ദൈവത്തെ പ്രേരിപ്പിച്ചത്. അതുകൊണ്ടാണ് വചനം പറയുന്നത് അബ്രാഹാം ദൈവത്തിൻ്റെ സ്നേഹിതനെന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഒരു മനുഷ്യ വ്യക്തിക്ക്, ഒരു മനുഷ്യ ജീവിതത്തിൽ എത്തിപ്പിടിക്കാവുന്ന, ഒരു വിശ്വാസ ജീവിതത്തിൽ ഉയർത്തപ്പെടാവുന്ന എത്രയോ വലിയ ഉയരത്തിലാണ് അബ്രാഹാം എത്തിച്ചേർന്നത്. അത് അവൻ്റെ വിശ്വാസത്തിൻ്റെ മഹോന്നതമായ
പ്രവർത്തികൾ മൂലമാണ്. ഇന്ന് പലപ്പോഴും ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം അത് മന്ദീഭവിച്ച ഒരവസ്ഥയിലെത്തുന്നത്, ചൂടോ തണുപ്പോ ഇല്ലാത്ത മന്ദോഷ്ണമായൊരവസ്ഥയിൽ എത്തിച്ചേരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, മറിച്ച് അനുദിന ജീവിതത്തിൽ നിരന്തരം ദൈവസന്നിധി നിങ്ങൾ വെളിപ്പെടുത്തേണ്ട വിശ്വാസത്തിൻ്റെ പ്രവർത്തികളെ പലപ്പോഴും അവഗണിക്കുന്നത് മൂലമാണ്. വിശ്വാസത്തിൻ്റെ പ്രവർത്തികളില്ലാതെ കേവലം വിശ്വാസത്തെ ഭക്തിയായും കേവലം ഭക്തി പാരവശ്യമായും ഒക്കെ പ്രാർത്ഥനാ ജീവിതമായും ഒക്കെ നമ്മൾ മാറ്റി വിശ്വാസത്തിൻ്റെ ജീവിക്കുന്ന പ്രവർത്തികളിലേക്ക് കടന്നു ചെല്ലാത്തത് മൂലമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ നോമ്പുകാലത്ത് യേശുവിൻ്റെ പീഡാസഹനങ്ങളെ വളരെ ആഴത്തിൽ ധ്യാനിക്കുന്ന ഈ ദിനങ്ങളിൽ നമുക്ക് പ്രത്യേകം അമിതം കർത്താവിലേക്ക് നോക്കി വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങളെ നമുക്ക് സ്വീകരിക്കാം, സ്വന്തമാക്കാം. ഈശോ തൻ്റെ പിതാവിനെ എത്രയധികമായി സ്നേഹിച്ചിരുന്നു, തൻ്റെ പിതാവിനെ എത്രയധികമായി അവൻ മാനിച്ചിരുന്നു, തൻ്റെ പിതാവിൻ്റെ തിരുഹിതത്തെ എത്രയധികമായി എത്ര ഗൗരവമായി യേശു പരിഗണിച്ചിരുന്നു എന്നതിൻ്റെ ഉദാത്തമായ തെളിവാണ് യേശുവിൻ്റെ പീഡാസഹനം. ഗെത്സമൻ തോട്ടത്തിലെ യേശുവിൻ്റെ പ്രാർത്ഥനയിലേക്ക് നോക്കുക പ്രിയമുള്ളവരെ. ഈശോ എങ്ങനെയാണ് പ്രാർത്ഥന ആരംഭിച്ചത്? ഈശോ പ്രാർത്ഥിച്ച എന്നെയും നിങ്ങളെയും പോലെ, ഒരു സാധാരണ മനുഷ്യനെ പോലെ യേശു തൻ്റെ മനുഷ്യത്വത്തിൽ നിന്നുകൊണ്ട് വരാനിരിക്കുന്ന പീഡകളെ, തൻ്റെ കുരിശു മരണത്തെ, അതിൻ്റെ ആഴമേറിയ ആ വേദനയെ എല്ലാം കണ്ടിട്ട് ഈശോ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. ഇങ്ങനെയാണ് ഈശോ പ്രാർത്ഥന ആരംഭിച്ചത്. എന്നാൽ പ്രാർത്ഥന തുടർന്ന് ഈശോ തൻ്റെ പ്രിയ ശിഷ്യന്മാർ കൂടെ ഇരിക്കുന്നവരൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോഴും ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് വന്ന് ഗൽഗതപ്പെട്ട് തൻ്റെ പിതാവിനോട് ഈശോ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആ പ്രാർത്ഥനയ്ക്കൊടുവിൽ ഈശോ ഇങ്ങനെയാണ് ഏറ്റുപറയുന്നത്, പിതാവേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. തൻ്റെ പരമപിതാവിൻ്റെ കൈകളിലേക്ക്, ആ പിതാവിൻ്റെ തിരുഹിതത്തിലേക്ക് തൻ്റെ ജീവിതത്തെ പൂർണ്ണമായി ഏൽപ്പിച്ചു നൽകുന്ന ഈശോയെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പ്രാർത്ഥന ആരംഭിച്ച ഈശോയല്ല, പ്രാർത്ഥന അവസാനിപ്പിക്കുന്ന ഈശോ. അവൻ്റെ മനസ്സിൽ, അവൻ്റെ മനോഭാവത്തിൽ എത്രയോ മാറ്റം വന്നിരിക്കുന്നു. കഴിയുമെങ്കിൽ ഈ പാനപാത്രം അകന്നു പോകട്ടെ എന്ന് പറഞ്ഞവൻ തന്നെ അതേ അധരങ്ങൾ കൊണ്ട് ആ പ്രാർത്ഥനയുടെ ആഴമേറിയ വേദനയിൽ നിന്ന് ഈശോ പിതാവിനോട് ഏറ്റുപറയുകയാണ്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല എൻ്റെ പിതാവേ, അങ്ങേ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ. പ്രിയമുള്ളവരെ, ഇതാണ് ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ മനോഹരമായ ഭാവമാണ്, മനോഹരമായ പ്രവൃത്തിയാണ് യേശു തൻ്റെ പ്രാർത്ഥനയിലും തുടർന്നുള്ള യേശുവിൻ്റെ പീഡാസഹനങ്ങളിലുമെല്ലാം ഈശോ വെളിപ്പെടുത്തിയത്. യേശുവിൻ്റെ പിതാവിനോടുള്ള സ്നേഹം, എന്നോട് നിങ്ങളോടുള്ള സ്നേഹം, ലോകം മുഴുവനിലുള്ള ജനകോടികളോടുള്ള സ്നേഹം, ഇതാണ് പീഡാനുഭവ വഴികളിൽ നിന്ന് പകച്ചു മാറാതെ ഈശോ ആ കുരിശും വഹിച്ചുകൊണ്ട് കാൽവരിയിലേക്കുള്ള തൻ്റെ യാത്ര തുടരുന്നത്. 3 വട്ടം നിലത്ത് വീണിട്ടും അവിടെ നിന്നെല്ലാം അവൻ ഉയർന്ന് അവൻ വീണ്ടും കുരിശുമായി ആ കാൽവരിയിലേക്ക് നടന്നു നീങ്ങിയത് പ്രിയമുള്ളവരെ തൻ്റെ പരമപിതാവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. ആ പരമപിതാവിൻ്റെ സ്നേഹത്തിലുള്ള വിശ്വാസത്തെ പ്രതിയാണ്. വിശ്വാസം, സ്നേഹം ഇതെല്ലാം പ്രവർത്തികളിലൂടെ സ്ഥിരീകരിക്കപ്പെടുന്നില്ല എങ്കിൽ പ്രിയമുള്ളവരെ അതൊന്നിനുപകരിക്കില്ല എന്ന് യാക്കോബ് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുകയാണ്, നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നത് പോലെ തന്നെയാണ് പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസവും മൃതമായിരിക്കുന്നത് എന്ന് യാക്കോബ് ശ്ലീഹ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നു. പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിത വഴികളിൽ നമ്മൾ ഓരോരുത്തരും പ്രതികൂലങ്ങളിൽ, പ്രതിസന്ധികളിൽ, മാറാരോഗങ്ങളിൽ, ജീവിത പ്രശ്നങ്ങളിൽ ഒക്കെ അകപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ പകച്ചവരെ പോലെ ആകുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ഭാരപ്പെടുന്നവരാകുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ദുഃഖിതരും നിരാശരുമാകുന്നത്? കാരണം ജീവത്തായ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലില്ലാത്തത് കൊണ്ട്. ആ പരിശോധനയെ, ആ പ്രതികൂലത്തെ നേരിടാനുള്ള ഒരു വിശ്വാസ ജീവിതം നമ്മൾ നേരത്തെ തന്നെ സ്വന്തമാക്കാത്തത് കൊണ്ട്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ പലപ്പോഴും വിശ്വാസ ജീവിതത്തിൻ്റെ പരിശോധനകളിൽ, പരീക്ഷകളിൽ നിങ്ങളും പരാജിതരാകുന്നത്. വിശ്വാസത്തെ പ്രവർത്തികൾ കൊണ്ട് ദൈവത്തിനു മുമ്പിൽ മാറ്റുരച്ച് തെളിയിച്ച്
എൻ്റെ വിശ്വാസം അബ്രാഹത്തിൻ്റെ വിശ്വാസം പോലെ, മറിയത്തിൻ്റെ വിശ്വാസം പോലെ ദൈവത്താൽ നീതീകരിക്കപ്പെടുവാൻ, ദൈവത്താൽ സമ്മാനിതമാകുവാൻ ഇടവരാത്തത് അവിടെ തിരിച്ചറിയാം. പ്രിയമുള്ളവരെ, കർത്താവിനോടൊപ്പം അവിടുത്തോടൊപ്പം ജീവിതത്തിൻ്റെ കുരിശുമെടുത്ത് നമുക്ക് അവിടുത്തെ പിഞ്ചെല്ലാം. അനുദിന ജീവിത വഴികളിൽ ദൈവം എനിക്കും നിങ്ങൾക്കും നന്നോടുള്ള സ്നേഹം വെളിപ്പെടുത്തുവാൻ, അവിടെ നിന്നുള്ള വിശ്വാസത്തെ സ്ഥിരീകരിച്ച് അവിടത്തേക്ക് നൽകുവാൻ, അതുവഴി എൻ്റെ ജീവിതത്തിലേക്ക് അവിടുത്തെ കരുണയെ കൃപയെ ചൊരിയുവാൻ ദൈവത്തിന് ന്യായമായ തക്കതായ കാരണങ്ങൾ കണ്ടെത്തുവാൻ ദൈവം അവസരങ്ങൾ നൽകുമ്പോൾ അതിനെ വളരെ പ്രശാന്തതയോടെ ആത്മാവിൻ്റെ അകക്കണ്ണോടെ കണ്ട് തിരിച്ചറിഞ്ഞ് ദൈവതിരഹിതം നിറവേറ്റുവാൻ വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ നിരന്തരം വെളിപ്പെടുത്തി ആ വിശ്വാസത്തെ മാറ്റുരച്ച് തെളിയിച്ച് നൽകുവാൻ കർത്താവ് ഞങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് ഈ പുണ്യദിനങ്ങളിൽ നമുക്കൊന്ന് ചേർന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഓ നല്ല ദൈവമേ, അവിടുന്ന് ഞങ്ങൾ ഓരോരുത്തരെ എത്ര അധികമായി സ്നേഹിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരുടെ വിശ്വാസത്തെ എത്രയധികമായി അവിടുന്ന് ആവശ്യപ്പെടുന്നു എന്ന് തിരുവചനങ്ങളിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നല്ലോ. പിതാവായ ദൈവമേ, അങ്ങേ പ്രിയപുത്രനായ ഈശോ അങ്ങിൽ വിശ്വാസം അർപ്പിച്ചതുപോലെ, അബ്രാഹം അങ്ങിൽ വിശ്വാസം അർപ്പിച്ചതുപോലെ, മറിയം അങ്ങിൽ വിശ്വസിച്ചുറച്ചതുപോലെ ഞങ്ങളുടെയും ജീവിത വഴികളിൽ ജീവിക്കുന്ന ദൈവം അങ്ങിലുള്ള വിശ്വാസത്തിൽ ഉറയ്ക്കപ്പെട്ടവരാകുവാൻ ഞങ്ങൾക്ക് കരുണയും കൃപയും നൽകണമേ. കർത്താവായ യേശുവേ, പരമപിതാവിൻ്റെ തിരുഹിതത്തിന് ജീവിതത്തെ സമ്പൂർണ്ണമായി വിട്ടു നൽകി ഓരോ നിമിഷവും വിശ്വാസത്തിൻ്റെ ജീവസുറ്റ പ്രവർത്തികളാൽ പിതാവായ ദൈവത്തിൽ ഉള്ള ആ വലിയ വിശ്വാസം നീ ഞങ്ങൾക്കായി വെളിപ്പെടുത്തി നൽകിയല്ലോ. കർത്താവെ, ഞങ്ങളും വിശ്വാസത്തിൽ ആഴപ്പെടുവാനുള്ള കൃപയ്ക്കായി കൃപ നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വർഷിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ, ഞങ്ങളുടെ ബുദ്ധിയെ വിശ്വാസത്തിൻ്റെ ദീപ്തിയാൽ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. അമ്മേ ദൈവമാതാവേ, ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ ഭവിക്കട്ടെ എന്ന് ഏറ്റുപറഞ്ഞ ജീവിതത്തെ സമ്പൂർണ്ണമായി ദൈവപിതാവിൻ്റെ കരങ്ങളിലേക്ക് അമ്മ ഏൽപ്പിച്ചു നൽകിയതുപോലെ ഞങ്ങളും ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് വിശ്വാസത്തിൻ്റെ പ്രവർത്തികളാൽ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ മാറ്റുരച്ച് തെളിയിക്കുവാനുള്ള കൃപ അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച് നൽകണമേ. സകല വിശുദ്ധരെ, ജീവിത വഴികളിൽ നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചതുപോലെ ഞങ്ങളും ദൈവമായ കർത്താവിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവരാകുവാൻ, വിശ്വാസം അർപ്പിക്കുന്നവരാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളെ കാക്കുന്ന കാവൽ മാലാഖമാരെ, ദൂതന്മാരെ ജീവിത വഴികളിൽ എന്നും ഞങ്ങളോടൊപ്പമായിരുന്നു ഞങ്ങൾക്ക് സംരക്ഷണം, പരിപാലനം നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. നമുക്ക് പ്രവേശിക്കാൻ ലോകമെമ്പാടുമുള്ള ജനകോടികളോട് ചേർന്ന് കത്തോലിക്ക തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ വാപ്പയോട്, കർദിനാൾമാരോട്, മെത്രാന്മാരോട്, വൈദികരോട്, വിശ്വാസി സമൂഹങ്ങളോട് ചേർന്ന് നമ്മുടെ ഹൃദയങ്ങളെ, മനസ്സുകളെല്ലാം പ്രാർത്ഥനയിൽ ദൈവമായ കർത്താവിലേക്ക് ഉയർത്താം. സ്വർഗം തുറക്കുന്ന അനുഗ്രഹ നിമിഷങ്ങളിലാണ് നാം ഓരോരുത്തരുമായിരിക്കുന്നത്. പ്രിയമുള്ളവരെ, വലിയ സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിത നിയോഗങ്ങളെ, പ്രാർത്ഥനകളെ, ആവശ്യങ്ങളെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു നൽകി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടും വിവിധങ്ങളായ സാഹചര്യങ്ങളിൽ ദുഃഖത്തിലും നിരാശയിലും രോഗങ്ങളിലും ഭാരങ്ങളിലുമായിരിക്കുന്ന
ദൈവത്തിൻ്റെ എല്ലാ പ്രിയ മക്കളെയും പ്രത്യേകം ഈ പ്രാർത്ഥനാ നിമിഷങ്ങളിൽ കർത്തൃകരങ്ങളിൽ വരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ദിനത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടിവിയുടെ ഈ പ്രഭാത വിരുന്ന ശുശ്രൂഷയ്ക്ക് നിങ്ങളേവരും നൽകിക്കൊണ്ടിരിക്കുന്ന വിലയേറിയ പ്രാർത്ഥനകൾക്ക്, പ്രോത്സാഹനങ്ങൾക്ക് യേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങളേവർക്കും നന്ദി പറയുന്നു. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളാണ് ഈ ശുശ്രൂഷയെ വലിയ അഭിഷേകമായി, അനുഗ്രഹമായി ഓരോ പ്രഭാതത്തിലും അനേകായിരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി തുടർന്ന് നിങ്ങൾ അർപ്പിക്കുന്ന ദിവ്യബലികളിലും അതുപോലെ ജപമാലകളിലും നൊവേന പ്രാർത്ഥനകളിലുമെല്ലാം ഈ ശുശ്രൂഷയെ ഓർക്കണമേ എന്ന് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായും മരിയൻ കൂടാരങ്ങളിൽ പ്രേക്ഷിത മക്കളുടെ ആപകൾ നിങ്ങളുടെ നിയോഗങ്ങൾക്കായി മാധ്യസ്ഥം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലവനായ ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ ജീവിതകാര്യങ്ങളിൽ ഇടപെട്ട് തൻ്റെ മഹത്വം, തൻ്റെ കരുണ, തൻ്റെ കരുതൽ നിങ്ങൾക്കായി വെളിപ്പെടുത്തി തരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. യേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങളേവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ആമേൻ.